സുഹൃത്തുക്കളിൽ ഒരാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റാണ് അദ്ദേഹത്തെ വിളിച്ചത്. വലിയ വേദനയോടെ ആ ക്ലയൻ്റ് അദ്ദേഹത്തോട് പറയുകയാണ്, ജീവിതം മടുത്തു, ജീവിതം അവസാനിപ്പിക്കുവാനായി ഞാൻ തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ സുഹൃത്തിന് വലിയ ബുദ്ധിമുട്ടായി. എങ്കിലും അദ്ദേഹം മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് ആ ക്ലയൻറ്റിനോട് കുറച്ചു നേരം കൂടെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവനെ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ പല സബ്ജക്റ്റുകൾ മാറി മാറി സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ ക്രോസ് ധാരാളം ട്രെയിനുകൾ മണിക്കൂറുകളിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഇദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം. ആ ലൊക്കേഷനൊക്കെ അദ്ദേഹം സ്കെച്ച് ചെയ്തു. ഈ ക്ലയൻറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറി ഡീറ്റെയിൽസൊക്കെ പതുക്കെ അങ്ങ് കൈമാറി അല്പസമയം ഹോൾഡ് ചെയ്ത് ആ ക്ലയൻറ്റിനോട് സംസാരിച്ചു. അങ്ങനെ ഏകദേശം ഒരു 45-50 മിനിറ്റ് ഈ ക്ലയൻറ്റുമായിട്ട് ഇദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് സാധിച്ചു. പെട്ടെന്ന് തന്നെ ആ പോലീസുകാർ ആ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ അടുക്കൽ പോലീസ് ജീപ്പ് എത്തിയപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, പോലീസ് ജീപ്പ് എത്തുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, എൻ്റെ നേർക്കാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് മറുപടി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അവർ നിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ബുദ്ധിമുട്ടങ്ങ് പറയുക, ഞാനുണ്ട് നിൻ്റെ കൂടെ, നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, ഒരു നാടകീയമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. ഈ ക്ലയൻറ്റിനെ പോലീസ് വാഹനത്തിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഏതാനും മണിക്കൂറുകളിൽ തന്നെ എൻ്റെ സുഹൃത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ വ്യക്തിയോട്, ഈ ക്ലയൻറ്റിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൻ്റെ മാനസിക നില, മനോവിഷമമൊക്കെ അവർ കുറേ കൂടിയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വ്യക്തിക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിങ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം, അത് കൊടുക്കുന്നുണ്ടെന്നറിയാം. അതോടൊപ്പം തന്നെ ഇവന് കുടുംബത്തിലൊരു സുരക്ഷിതത്വം ആവശ്യമാണ്. സ്നേഹിക്കുന്ന ഒരു മാതാവോ പിതാവോ ഒന്നും ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹോദരങ്ങൾ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ അല്പമൊക്കെ ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കൂടി നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാനായിട്ട് സാധിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ ഈ സുഹൃത്തിനൊപ്പം യാത്രയാക്കിയാണ് ചെയ്യുന്നത്.